ഏറ്റവും കൂടുതൽ പൈസ കിട്ടാൻ സാധ്യത ഉള്ളത് കരിക്ക് പോലുള്ള ചാനലുകൾക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ കാണും. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ബിസിനസ് ചെയ്ത് അത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് വേണ്ടത് പ്ലാനിങ് ആണ്. എന്താണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനൊരു ക്ലാരിറ്റി നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എന്ത് മേഖലയിലാണ്, ഏത് മേഖലയിലാണ് കഴിവ്, ആ മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഏതൊക്കെയാണ് അറിയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗായകനാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഗായകനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും. പാട്ട് പാടുന്ന വീഡിയോസ്, അല്ലെങ്കിൽ പാട്ടിൻ്റെ ക്ലാസ് കൊടുക്കുന്ന വീഡിയോസ് കൊടുക്കാം. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല, നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ കഴിവ് ആ മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അല്ല, നിങ്ങൾക്ക് അങ്ങനെ കഴിവുകളൊന്നുമില്ല, ഞാൻ അധികം കഴിവൊന്നുമില്ലാത്ത ആളാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു കണ്ടൻറ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. വേറൊരാളുടെ നോക്കി ചെയ്യാണ്ട് നമ്മളുടേതായിട്ടുള്ള പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് യൂണീക്കായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, ഏത് വീഡിയോ നമ്മൾ ചെയ്യുകയാണെങ്കിലും ശരി, അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ദിവസം ചെയ്ത് പിന്നെ അത് എപ്പോഴാണ് റീച്ച് ആവുമെന്ന് നോക്കിയിരുന്ന് പിന്നെ അതൊരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്ത്, അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും നമ്മൾ മിനിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ദിവസം രാവിലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഈവനിങ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു രാത്രിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. ഡെയിലി ഈ പ്രോസസ്സ് ചെയ്യാം. ഒരു മാസം ഒരു 30 വീഡിയോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു എന്താ പറയുക, മാസം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് വരും. നമുക്കൊരു 2-3 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഏതൊരു വിഷനും കാണേണ്ടത്. പെട്ടെന്ന് ഇന്ന് ഇട്ട് നാളെ തന്നെ അത് റീച്ച് ആവണം, അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് യൂട്യൂബ് നമുക്ക് മടുക്കുക. കാരണം ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ റീച്ച് ആകുമെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയൊക്കെ വേണ്ടി വരും. റീച്ച് ആവില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ മൊബൈലിലൊക്കെ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇന്ന് അപ്ലോഡ് ചെയ്ത് നാളെ തന്നെ നല്ല റീച്ച് ആവണം എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു വീഡിയോയ്ക്ക് നമ്മൾക്കൊരു മാസത്തെ ടൈം കൊടുക്കുക. അതിലും വേറെ കാര്യമുണ്ട്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന രീതി അത് വളരെ പ്രധാനപ്പെട്ടാണ്. ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസൊന്നും ഇപ്പോൾ ആൾക്കാർ കാണില്ല. കാരണം എല്ലാതും യൂട്യൂബിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യം എന്ത് കണ്ടൻ്റ് ആണെങ്കിലും യൂട്യൂബിൽ കാണാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ നല്ല നല്ല ക്വാളിറ്റിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആരെങ്കിലും കാണാൻ നോക്കുക, അപ്പോൾ മാക്സിമം ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. എന്ന് വെച്ചാൽ ആദ്യം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണോ ചെയ്യാൻ പറ്റുന്നത്, വെറുതെ ഒരു വീഡിയോ മുഖം കാണിച്ചാണെങ്കിലും ശരി, കാണിക്കാതാണെങ്കിലും ശരി, വെറുതെ ഫോണിലൊരു വീഡിയോ എടുക്കാനാണ് അറിയെങ്കിൽ അതിൽ തുടങ്ങിക്കോളുക. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. എപ്പോൾ ഇത് ഫുള്ള് പഠിച്ചതിന് ശേഷം ഒന്നും യൂട്യൂബിൽ വലിയ ആളാവാന്നൊന്നും വിചാരിക്കേണ്ട. ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും തോറും നമ്മൾ പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കും തോറും നമ്മുടെ വീഡിയോയ്ക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. പുതിയ കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ നോക്കുക. ഏത് മേഖലയിലാണെങ്കിലും പുതിയ കണ്ടൻറ്റ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസിന് എത്ര മിനിറ്റ് വേണം നമുക്ക് വീഡിയോസ്, അത് നമ്മൾ ഒരു തീരുമാനത്തിലെത്തണം. ആ ടൈമിന് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ടൈമിൽ കൂടുകയോ കുറയുകയോ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം ഏതെങ്കിലും ഒരു ടൈം, ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 5:30 അല്ലെങ്കിൽ ഒരു 4:45 ആ രീതിയിലെങ്കിലും കൊണ്ടടക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും വീഡിയോസ്, ഇപ്പോൾ നമ്മളാണെങ്കിലും ശരി, ഒരു വീഡിയോ കാണാൻ നോക്കുമ്പോൾ ആ വീഡിയോൻ്റെ ടൈം നോക്കിയിട്ടായിരിക്കും ആ വീഡിയോ എടുത്തു നോക്കുക. അത് എത്ര അടിപൊളി കണ്ടന്റ് ആണെങ്കിലും ശരി. ഇപ്പം എല്ലാവരും റീൽസ് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ടൈം പോകുമില്ല, അതേമാതിരി തന്നെ പെട്ടെന്ന് പരിപാടി തീരും. എല്ലാവരും അതിലൊരു അഡിക്റ്റഡായി മാറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടും, അല്ലെങ്കിൽ അതെപ്പോൾ കിട്ടും
എത്ര കാലം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മാറ്റി വയ്ക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് നിങ്ങളുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യലാണ്. അല്ലാതെ വേറെ അതിൽ നിന്ന് പൈസ കിട്ടണമെന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടപ്പോൾ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് എപ്പോഴെങ്കിലും കിട്ടും. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, ബാക്കി ഒന്നിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളൊരു 6 മാസത്തൊക്കെ ഒരു ടൈം പീരീഡ് അങ്ങോട്ട് കൊടുക്കുക. 6 മാസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ദിവസം പോലും തെറ്റാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക. ഇതിലേതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായാൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം ക്ലിക്കായി കൊണ്ടേയിരിക്കും. എല്ലാ വീഡിയോസും നല്ല വ്യൂസും നല്ല സബ് കയറും, നിങ്ങൾക്ക് നല്ലവണ്ണം ലൈക്ക് കിട്ടും. അങ്ങനെ ഒരു വീഡിയോ ക്ലിക്കായാൽ തന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ, ഇപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുക ഏതൊക്കെ വീഡിയോസ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതൊക്കെയാണ്, അതൊക്കെ വെറുതെ ഒന്ന് എടുത്ത് നോക്കും. ഇഷ്ടപ്പെടാത്ത വീഡിയോ പോലും നമ്മൾ വെറുതെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് ലൈക്ക് അടിക്കും. കാരണം ലൈക്ക് കൂടുതലുള്ള, വ്യൂസ് കൂടുതലുള്ള വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് മോശം വീഡിയോ ആണെങ്കിലും ശരി, നല്ല വീഡിയോ ആണെങ്കിലും ശരി. പിന്നെ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക, എന്ത് ചെയ്താലാണ് പൈസ കിട്ടുക എന്നുള്ളത്. വ്യൂസിനാണോ, ലൈക്കിനാണോ, ഷെയറിനാണോ, സബ്സ്ക്രൈബിനാണോ, എന്തിനാണ് കൂടുതൽ പൈസ കിട്ടുക? യഥാർത്ഥത്തിൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് വാച്ച് അവേഴ്സിനാണ്. എത്ര സമയം ഒരാൾ ആ വീഡിയോ കണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് യൂട്യൂബ് പൈസ തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടാൻ സാധ്യത ഉള്ളത് കരിക്ക് പോലുള്ള ചാനലുകൾക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ കാണും. കാരണം ഇത് കൺസിസ്റ്റൻസി അല്ലേ. ഒരു കഥയാകുമ്പോൾ ഒരു സിനിമ നമ്മൾ പകുതി കണ്ടു നോക്കുമോ? ഇല്ല. ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണും. മറ്റേ ഇത് സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കഥയാണ്, ആ കഥയ്ക്ക് മുന്നോട്ടുള്ള കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക് ഇങ്ങനെ നടുവത്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അതുപോലെ ഉള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തരം വീഡിയോ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.